ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ എങ്കിൽ വീഡിയോ ഇടാൻ കുറച്ച് വൈകി കേട്ടോ. അപ്പോൾ കുഞ്ഞൻ കടയിൽ പോയിട്ട് വന്നിട്ട് രാത്രിയിലാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ പറയാമോ എന്നൊക്കെ അറിയത്തില്ല, എന്നാലും ഞങ്ങളൊന്ന് പുറത്ത് പോയി കേട്ടോ. അപ്പോൾ അതേ പുറത്ത് പോകാൻ രാത്രിയിലാണല്ലോ പോകുന്നത്, അപ്പോൾ ഇരുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇരുട്ടത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതേ ചന്ദ്രൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചന്ദ്രനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, പക്ഷേ നിങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കാനൊക്കെ അറിയത്തില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഇങ്ങനെയായിരുന്നു നമ്മുടെ ചന്ദ്രനെ, നമ്മുടെ കൂടെ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവാം. മഴ പെയ്ത് കിടക്കുവാണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി യാത്രയായിരുന്നു. നൈറ്റ് റൈഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 4 പേർക്കും ഇഷ്ടമാണ്, പക്ഷേ നാക്കുളുക്കി. അപ്പോൾ ഞങ്ങളിതേ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളാണെങ്കിൽ കേക്ക് വേണമെന്ന് ഒരാൾ പറഞ്ഞായിരുന്നു, ഒരാൾ പറഞ്ഞ് പുറത്ത് പോകാമെന്ന്. അപ്പോൾ 2 പേരും പറഞ്ഞനുസരിച്ച് നമ്മൾ എന്താ പറയുക, ഒരു കോംപ്രമൈസിലെത്തിയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വരാമെന്ന് ഓർത്തത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നൈറ്റ് റൈഡും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 ആണല്ലോ, ഒരു വെടിക്ക് 2 പക്ഷിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുപോലെ തീരുമാനിച്ചു എന്നാൽ പുറത്ത് പോകാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ കയറാറുള്ള ഒരു കടയാണ് ഇത്, ഹബീബി കടയല്ല, ഹബീബി. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, ചിലപ്പോൾ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സ്ഥിരം കടയാണിത് കേട്ടോ. അപ്പോൾ നല്ല കോഴിച്ചേട്ടൻ നല്ല മസിലും പെരുപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ പടങ്ങളൊക്കെ നമ്മുടെ ഭിത്തിയിലുണ്ട് കേട്ടോ. നമ്മൾ അവിടെ എന്ന് ചെന്നിട്ടുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ ഒരു കൂട്ടുകാരനെ കാണാതിരിക്കില്ല കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, നമ്മൾ എന്ന് ചെന്നിട്ടുണ്ടെങ്കിലും അവിടെ ഒരു കൂട്ടുകാരനുണ്ടാവും കേട്ടോ. പിന്നെ ഈ നൊയമ്പായതുകൊണ്ട് അവിടെ ആളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഏരിയ എന്ന് പറയാവുന്ന രീതിയിൽ നമ്മൾ സ്ഥിരം ഇരിക്കുന്നൊരു സ്ഥലത്ത് പോയി നമ്മളൊരു സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മാടിയൊക്കെ എന്തൊക്കെയോ വാരിക്കോരിയൊക്കെ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞല്ലേ ഫുഡ് വരത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് തീർക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമിയാണെങ്കിൽ എൻ്റെ കൂടെ, അമ്പാടിയാണെങ്കിൽ അച്ഛയുടെ കൂടെയാണ് കേട്ടോ ഇരിക്കുന്നത്. കൂട്ടുകാരനോട് വർത്താനൊക്കെ പറഞ്ഞത് കുഞ്ഞൻ വന്ന് ഇരിക്കുന്നുണ്ട്, നമ്മുടെ ബർത്ത്ഡേ ബോയ്. അപ്പോൾ കുഞ്ഞനാണെങ്കിൽ മെനു കാർഡൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. വെറുതെ കേട്ടോ, ഒരു കാര്യമില്ല. നമ്മൾ ലാസ്റ്റ് ബിരിയാണി ഓർഡർ ചെയ്യും. കുഞ്ഞൻ ഒരു ചിക്കൻ പെരുവിരി, കാന്താരി ചിക്കൻ. പക്ഷേ ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറഞ്ഞ്, ബാർബിക്യൂ ആണ് കേട്ടോ, എന്താണെന്നൊക്കെ അറിയില്ല. അതാണ് ഓർഡർ ചെയ്തത്. പിന്നെ ആമിയാണെങ്കിൽ പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പ്രാവശ്യം പിസ്സ കഴിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിക്കുകയോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അമ്പാടിക്കാണെങ്കിൽ ബിരിയാണി ഇങ്ങനെ സെപ്പറേറ്റ് റൈസായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായതുകൊണ്ട് അമ്പാടിയുടെ മുഖം അങ്ങനെ തെളിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ആമിയുടെ പിസ്സ വന്നിട്ടുണ്ട്. പിസ്സ കഴിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ കൊച്ചിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ടൈമാണ് കേട്ടോ. ഫസ്റ്റ് ടൈം മേടിച്ചപ്പോൾ തൊട്ട് പോലും നോക്കിയില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ പിസ്സ കേട്ടോ. ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു എല്ലാ വികൃതിത്തരവും കുഞ്ഞിൻ്റെ കയ്യിലുണ്ട്. കാരണം ചക്കയുടെ മുളഞ്ഞ് വലിയും പോലെയാണ് അതിൻ്റെ അകത്തുനിന്ന് ചീസ് വലിഞ്ഞു വന്നത്. അങ്ങനെ കുഞ്ഞിനും ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ ചിക്കൻ പിസ്സ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കടയിൽ നിറച്ച് നട്ട്സ്, മറ്റേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോയമ്പല്ലേ, അതുകൊണ്ടിട്ട് കുറേ നട്ട്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്തെടുക്കണോണ്ട് അടിപൊളി വൈബായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പാഴ്സൽ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ബോയുടെ അമ്മയല്ലേ, അപ്പം നമ്മൾ അമ്മയ്ക്ക് വാങ്ങിക്കണ്ടേ. അങ്ങനെ നമ്മൾ അമ്മയ്ക്ക് ഒരു ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് പോരുവാണ് കേട്ടോ. അപ്പം ഇവിടെയുള്ള മറ്റേ പുകക്കുഴലുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു ഗൈസ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോട്ടിൽ കൂടെ പോകുന്നവർക്കൊക്കെ ഒരു ആകർഷണം തോന്നുന്ന ഒരു പുകക്കുഴലാണ്. അത് നമ്മുടെ റോട്ടിലേക്ക് തന്നെ ആയിരിക്കും വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, കഴിക്കാതെ പോകുന്നവർക്ക് ഒന്ന് കഴിച്ചാലോ എന്ന് തോന്നും, അല്ലേ ഗൈസ്, നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ പാഴ്സലൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ മാറ്റി വെച്ചിട്ട് കുഞ്ഞിനൊരു സർപ്രൈസൊക്കെ കൊടുക്കാറുണ്ട്. പായസമൊക്കെ വെച്ചൊരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ പോക്കറ്റ് കാലിയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ജ്യൂസ് ആരാ മേടിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ജ്യൂസൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പിന്നെ തിരിച്ചു പോന്നു. കഥകളും എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. തിരിച്ചു വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് കാണാമായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ആമയ്ക്ക് ചുമടിച്ചു. അങ്ങനെ നല്ല മഞ്ഞാണ്. കാരണം കണ്ട സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇങ്ങനെ ബ്ലറായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ക്യാമറയുടെ അല്ല ഗൈസ്, ശരിക്കും ഇങ്ങനെയായിരുന്നു ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, നല്ലൊരു
ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു രീതിയിൽ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചന്ദ്രനുണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, ഞാനുണ്ട്, കുഞ്ഞിനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ സീ യു. കാണിച്ച് മഞ്ഞ അടിയതാ. പോട്ടെ പോട്ടെ പോട്ടെ.